ഗായ്സ്, അപ്പോൾ ഇന്നൊരു ഔട്ടിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ സൺഡേ ബിന്ദിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയാണ് കേട്ടോ. എനിക്കൊന്നും വാങ്ങാനില്ല, പക്ഷേ എനിക്കൊരു പാർസൽ അയക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഇറങ്ങിയതാണ്. പിന്നെ എനിക്ക് ചെറിയൊരു സ്ക്രീൻ കാർഡ് ഒട്ടിക്കൽ അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ എല്ലാവരും ഈവനിങ് ടൈം ആയപ്പോൾ ചെറിയൊരു എന്താ പറയുക ചായയൊക്കെ കുടിച്ച് കടിയൊക്കെ കഴിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ട് അങ്ങനെ ഒരു കഫേ കയറിയതാണ്. നല്ല കോഫിയും നല്ല സാൻഡ്വിച്ചും ഒക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബാബു ഉമ്മയും ഷവർമയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല റെഡിയാണോ? ഷുഗറൊക്കെയാണ് ഇപ്പൊ കുറെ നാളുകൾക്ക് ശേഷം പുറത്തുനിന്ന് ഫുഡ് കഴിക്കാണ്. പിരികെടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ ഉമ്മയും വലിയ കടിയും നമുക്ക് അവിടെ പോയേക്കാം. അപ്പോൾ ഇവിടെ ഞാൻ മലപ്പുറത്തു നിന്നാണ് കൂടുതലും എടുക്കാറുള്ളത്. കോട്ടപ്പടിക്കെന്നാണ് കൂടുതലും ത്രെഡ് ചെയ്യാറുള്ളത്. എപ്പോഴെങ്കിലും ഒക്കെ എടുക്കുള്ളൂ, അതിന് ഫംഗ്ഷനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മാത്രം. ത്രെഡ് ചെയ്യലൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ആൾക്കാർ ആരും കാണില്ല കേട്ടോ. അപ്പോഴാണ് മനസ്സിലായത് അച്ഛന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാൻ പോയിട്ടുണ്ട് എന്നുള്ളത്. കാരണം അച്ഛന് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു, മാറി. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ശേഷം പനി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. സൗണ്ട് കേൾക്കുന്നുണ്ടാവോ? അപ്പോൾ ഗൈസ് നമ്മൾ ഒരുപാട് വീഡിയോസ് ഒന്നും ഇല്ല. ഞാൻ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കണോണ്ട് തന്നെ. പിന്നെ ഒന്നാമത് ചിലപ്പോൾ വോയിസ് കേൾക്കൂല കേട്ടോ, നല്ല നോയ്സ് ഉണ്ടാവാം. അപ്പോൾ ബിന്ദിക്ക് ചെറിയ ചെരുപ്പൊക്കെ വാങ്ങാനൊക്കെ ഉണ്ടായി. ഞാൻ അവിടെ നിന്ന് എഡിറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ആ ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റിയില്ല. ആളിന്റെ കൂടെ ഉണ്ട് ഉമ്മയും അച്ചും ബാബും അവിടെ ഇടുക ആണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പൊ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞാറുണ്ട്. ഇപ്പൊ പറയാൻ വയ്യ. എൻഗേജ്മെന്റ് ആണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ഓരൊക്കെ പാടി കളിക്ക് വന്നാൽ നമ്മൾ പന്തലും എടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ 6 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ദിലുവിന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ വീഡിയോ കാണലുണ്ട് ചിലര് വന്ന് പറയുന്നത്. പിന്നെ അതേമാതിരി എന്നോട് ഇന്റെ കമന്റിൽ ചോദിക്കലുണ്ട് കേട്ടോ, ദിലുവിന്റെ ചാനലിന്റെ പേരെന്താണ്, നല്ല പേരിട്ടൂടോ? അത് നമ്മൾ എപ്പോഴും ദിൽപിന്ത്യ മാറ്റി ബീപാത്തു മാറ്റി അങ്ങനെ നമ്മൾ ഫുള്ള് മലയാളി വ്ളോഗ്സ്. അങ്ങനെ ഞങ്ങൾ ബിന്ദിക്ക് ഒരു ചെരുപ്പ് വാങ്ങുമെന്ന് പറഞ്ഞിട്ട് കോട്ടപ്പടിക്കുള്ള ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ തിരിച്ചിറങ്ങുമ്പോൾ ഇവിടുന്ന് ഞങ്ങൾ എന്തോ ഒരു ചിപ്സ് എന്തോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാബു എമ്മയും പലചരക്ക് പീടിയിൽ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം സൺഡേക്കുള്ള എല്ലാ കാര്യങ്ങളും അവിടെ വാങ്ങി, പാത്രവും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഓട്ടോറിക്ഷയിൽ അവരൊക്കെ ഫുള്ള് സെറ്റായിങ്ങാണ്ട് അവരെ പറഞ്ഞേക്കാണ്. കാരണം എനിക്ക് എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ കാർഡ് മാറ്റാനും അങ്ങനെ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഒരു പോയി ഞങ്ങൾ സ്ക്രീൻ കാർഡ് ഇടാനും വേണ്ടിങ്ങാണ്ട് തിരൂർ റോഡിലുള്ള ഒരു ഷോപ്പിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പോവാ, ഒരു ഹായ് എടുത്തൊരു ഹായ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ വീട്ടിലുണ്ട് കേട്ടോ. കുറേ നേരമായി വന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം നാളെ ഉള്ള എൻഗേജ്മെന്റ് നാളല്ല ഞായറാഴ്ച ഉള്ള എൻഗേജ്മെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ സാധനങ്ങൾ വീട്ടിലേക്ക് സെറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നമുക്കതൊക്കെ നമുക്ക് ചെയ്യാനും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇന്നലെ ചെയ്യണം. കാരണം നാളെ നമ്മളെ ഫാമിലിയിൽ നിന്ന് അവരൊക്കെ വരും, ഒരു തലേന്ന് തന്നെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും നടക്കൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്രയും നേരം അതിൻ്റെ ഓരോ പരിപാടികൾ ഇപ്പോൾ 2-3 ദിവസമായി തുടങ്ങിയിട്ട് ഇന്നാണ് ഫുള്ളായിട്ടും സെറ്റായി നിന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ വന്ന ടൈമിൽ എനിക്ക് ഒരുപാട് പണി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ നേരെ 11:30 ആയിട്ടുണ്ട്. ഇനി ഞാൻ ബിന്ദിക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മൈലാഞ്ചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ നിന്ന് പ്രൊമോഷൻ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതാണ്. അപ്പോൾ 2 പേജിൽ നിന്ന് അയച്ചു തന്നിട്ടുണ്ട്. ഒന്ന് മെഹറിൻസ് ഹന്ന എന്നുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നും ഒന്ന് ഹന്ന ബൈ നൂറ എന്നുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നുമാണ് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഗൈസ് ഇവർ രണ്ടാളുമാണ് നമുക്ക് ഇന്നത്തെ എന്താ പറയുക ബിന്ദിൻ്റെ മൈലാഞ്ചിക്കുള്ള സെറ്റപ്പൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഫുള്ള് സെറ്റായി നോക്കാണ് സുഖത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഓക്ക് ഇട്ട് കൊടുക്കണം ഇനി. അപ്പോൾ ഗൈസ് നേരെ ഒരുപാട് ഇല്ല ബിന്ദിയ 11 മണിയായിട്ടുണ്ട്. എനിക്കൊരു പ്രശ്നമുണ്ട്. എനിക്ക് ഉറക്കം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന മൈലാഞ്ചൊക്കെ ഏതെങ്കിലും കോത്താഴത്തെത്തും. ഞാൻ 2 കയ്യിലും വിചാരിക്കുന്നത് ഇവിടെയും. എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇടല്, എൻഗേജ്മെന്റിനായാലും കല്യാണത്തിനായാലും. ഭയങ്കര ക്യൂട്ടാണ്. അവള് പോർട്രേറ്റിൽ എടുത്തിട്ട് നിങ്ങൾക്ക് എൻഗേജ്മെന്റ് വ്ളോഗ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ബ്ലോഗർ പാത്ത് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, എങ്കിലും എന്തായാലും ഫുൾ വ്ളോഗ് ഉണ്ടാവില്ല. സോ ഞാനാണ് എൻഗേജ്മെന്റ് എല്ലാരും പറയട്ടെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു വായാടി പെണ്ണാണ് ഗൈസ് എൻ്റെ സിസ്റ്റർ എന്ന് പറയുമ്പോൾ ദിൽ ബിന്ദിയ എന്നാണ്. അപ്പോൾ നമുക്ക് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് എൻ്റെ ഹസ്ബൻഡ് വിളിക്കുന്നുണ്ട്, ഞാൻ 2 മിനിറ്റ് വെയിറ്റ്. ബാബു വിളിച്ചതായിരുന്നു. മൂപ്പരാളുടെ ഒരു ഫ്രണ്ടിൻ്റെ മൂവി റിലീസായ ദിവസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തിയേറ്ററിൽ പോയി ഒരു ഫ്രണ്ട്സൊക്കെ പാടി മൂവി കാണാൻ വേണ്ടി പോയിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആള് പെട്ടെന്ന് വിളിച്ചപ്പോൾ ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ട് കോൾ എടുക്കാൻ പോയി. അതാണ് ചെറിയൊരു ബ്രേക്ക് വന്നത്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ 2 കോണാണ് കേട്ടോ. രണ്ട് കോണാണിത്. അപ്പോൾ ഗൈസ് ഇനി എന്തായാലും ബിന്ദിൻ്റെ മൈലാഞ്ചി ഇടലും കാര്യങ്ങളൊക്കെ കാണാം. എന്തായാലും ഓളെ എൻഗേജ്മെൻറ്റിൻ്റെ ഫുൾ ഒരു വ്ളോഗ് നമ്മളെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യണേ. കാരണം ഇന്ന് മുതൽ നാളക്കത്തെ വിശേഷങ്ങളും മറ്റന്നാളക്കത്തെ വിശേഷങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായാലും വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് ഗൈസ്. ഊതിയില്ലാഞ്ഞിട്ടല്ല, മടിയാണ്, വേറെ ഒന്നുമല്ല. മടി കാരണമാണ് നമ്മളെ ചാനലിൽ വീഡിയോസ് പ്രോപ്പറായിട്ട് ഇടാത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് മൈലാഞ്ചിയിലോട്ട് കിടക്കാം. മൈലാഞ്ചി ഇടാൻ അങ്ങോട്ട് തുടങ്ങിയിട്ടാ. പക്ഷെ ഞാൻ വിചാരിച്ച മാതിരി ഒന്നും കാര്യത്തിലെത്തിയില്ല. പകുതി എത്തിയപ്പോഴത്തേക്കും വയ്യാതായി. ഓളാണെങ്കിൽ ഉറക്കത്തിൽ എന്തൊക്കെയാ പിച്ചിമ്മയും പറഞ്ഞ് ഫുള്ള് ചിരിയും കളിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഗൈസ് ഒരു കൈയിൻ്റെ മുൻഭാഗം മാത്രം ഇട്ടിട്ട് ഞങ്ങൾ അന്നത്തെ ദിവസം അങ്ങനെ നിർത്തി. പിന്നെ ഇമ്മ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ചെറിയൊരു പൂവും വരച്ചു കൊടുത്തു കേട്ടോ. അവൾ ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ഒരു വിധമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് വൈൻഡപ്പ് ഒന്നും പറയാൻ പറ്റിയില്ല. വീഡിയോ ഇതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.